ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഞാൻ എന്റെ ബാപ്പന്റെ കൂടെ അല്ലാഹ് അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഒരു ദിവസം ബാപ്പന്റെ കൂടെ എവിടെയോ സിയാറത്തിന് പോയി, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ എത്തിയിട്ട് ഞാൻ എന്റെ ബാപ്പയും എന്റെ ഉസ്താദാണ്. ഞാൻ എന്റെ ബാപ്പന്റെ അടുക്കലാണ് ഓതിയത്. കൂടുതൽ അതേ ബാപ്പന്റെ അടുക്കൽ തന്നെയാണ് ഞാൻ എന്റെ ശിഷ്യത്വത്തിന് ചെലവഴിച്ചത്. ബാപ്പന്റെ കൂടെ ഒരു ദിവസം ഒരു സിയാറത്തിന് പോയപ്പോ ബാപ്പ കാറിൽ കയറിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ പെട്ടെന്നാണ് ബാപ്പ കാറിൽ കയറിയത് ഞാൻ കണ്ടത്. ഓടിയിട്ട് ബാപ്പന്റെ കൂടെ വാഹനത്തിൽ കയറിയിട്ട് ഞാൻ ബാപ്പനോട് പറഞ്ഞു, എന്റെ ഉദയം മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിലും 3-ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചൊരു ഉസ്താദിനെ എന്റെ ശ്രദ്ധയിൽ എവിടെപ്പെട്ടു, എനിക്കൊന്ന് സലാം പറയണമായിരുന്നു എന്ന് ഞാൻ എന്റെ ബാപ്പനോട് പറഞ്ഞപ്പോ ബാപ്പ എന്നോട് പറഞ്ഞു, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പോയിട്ട് കൈ കൊടുത്ത് പൊരുത്തം വാങ്ങാതെ നീ തിരിച്ചു വന്നത് മോശമായി പോയി. 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദ് നിനക്ക് ഫത്ഹുൽ മുഈൻ ഓതിത്തരുന്ന ഉസ്താദിനേക്കാൾ, നിനക്ക് ജലാലൈനി ഓതിത്തരുന്ന ഉസ്താദിനേക്കാൾ, നിനക്ക് സർവ്വ കിതാബും ഓതിത്തരുന്ന ഉസ്താദുമാരെക്കാൾ വലിയ മഹത്വമുള്ളവരാ. കാരണം ജലാലൈനി ഓതിത്തരുമ്പോ നിനക്ക് ഖുർആൻ ഓതുമ്പോ, അതുപോലെ ജലാലൈനിയിൽ ഓരോ ലഫ്ദുകൾ വായിക്കുമ്പോ, ഫത്ഹുൽ മുഈനിൽ ഓരോ ലഫ്ദുകൾ വായിക്കുമ്പോ അലിഫും ബാവും താവും കൂട്ടി എഴുതിയാൽ എന്ത് വായിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ഉസ്താദ് അവരല്ലയോ, അവരാദരിച്ചേ മതിയാകൂ. ഇതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞത്? ചിലപ്പോൾ ഉസ്താദ് ഈ ശിഷ്യ എന്നൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് തോന്നും ഇത് വെറും നമ്മളെ മദ്രസയിലെ നമ്മളെ പള്ളി ദർസിലെ കുട്ടികളോടും പള്ളി ദർസിലെ ഉസ്താദ്മാരോടുമാ പറയുന്നത്. മദ്രസയിലെ ഉസ്താദ് ഇല്ലാത്തൊരൊറ്റ ജനങ്ങൾ എന്റെ മജ്ലിസിലില്ലല്ലോ. മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിനെ പരിചയമുണ്ടോ? അലിഫ് പഠിപ്പിച്ച ഉസ്താദിനെ അറിയുമോ? ബാഗ് പഠിപ്പിച്ച ഉസ്താദിനെ പരിചയമുണ്ടോ? എത്ര തന്നെ ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ മതിയാകൂല. ആ ഉസ്താദിന് നിങ്ങൾ എന്ത് തന്നെ സമ്മാനം നൽകിയാലും അധികമായി പോകൂല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മളെ മദ്രസയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന പാവപ്പെട്ട മുഅല്ലിമുകള് അവര് നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ, നമുക്ക് ചോദ്യം ചെയ്യാനും അല്ലാഹു തആല നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. മദ്രസയിലെ ഉസ്താദുമാരെ എന്തും ചോദ്യം ചെയ്യാം, മദ്രസയിലെ ഉസ്താദുമാരുടെ എങ്ങനെയും സംസാരിക്കാം, അവരോട് എങ്ങനെയും ശകാരിക്കാം. പായാർത്ഥങ്ങൾ വരുമ്പോ കൈപിടിച്ച് മുത്തിയാ മതി. അതുപോലെ സയ്യിദന്മാര് വരുമ്പോ കൈപിടിച്ച് മുത്തിയാ മതി. ഉസ്താദുമാര് വരുമ്പോ അവരെ കൈപിടിച്ച് മുത്തിയാ മതി. പ്രസംഗിക്കാനറിയുന്ന മുസ്ലിയാരെ കൈപിടിച്ചാ മതി. ആലിമീങ്ങളെ കൈപിടിച്ചാ മതി. പള്ളിയിലെ മുഅദ്ദിനെയും മദ്രസയിലെ ഉസ്താദിനെയും തട്ടിക്കളയുന്നതിന് പ്രശ്നമില്ല എന്നൊരു ധാരണ മനസ്സിലുണ്ടോ? തിരുത്തി വെക്കണേ. നിങ്ങളെ മക്കൾക്ക് അലിഫും ബാവും താവും പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദിനോട് നിങ്ങളുടെ മക്കൾക്ക് എത്രത്തോളം കടപ്പാടുണ്ട് എന്നറിയോ? അവരെ നിസ്കാരത്തിന് പോലും വലിയ കാരണക്കാരാണവര്. വയലിന് വന്ന മുസ്ലിയാരോ നിങ്ങൾ നിസ്കരിക്കണം എന്നവര് പ്രസംഗിക്കും. വയലിന് വന്ന മുസ്ലിയാർ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയും. വയലിന് വന്ന മുസ്ലിയാർ സുന്നത്തെടുക്കണമെന്ന് പറയും. മുസ്ലിയാർ എങ്ങനെ നിസ്കരിക്കണമെന്ന് പറയാറില്ല, എങ്ങനെ സുജൂദ് ചെയ്യണമെന്ന് പഠിപ്പിക്കാറില്ല, സുജൂദ് ചെയ്യുമ്പോ കൈ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാറില്ല, റുകൂയിൽ എങ്ങനെ നിൽക്കണമെന്ന് കാണിച്ചു തരാറില്ല. എന്താ കാരണം? അതിനേക്കാൾ വലിയ ദറജയുള്ള പഠനം അതിനുവേണ്ടിയല്ലേ ഈ ബിൽഡിംഗ് തന്നെ നിർമ്മിച്ചു വെച്ചത്. ഇവിടെ എന്തൊക്കെ പതിയെ പണികൾ നടത്താൻ കഴിയും. ഇങ്ങനൊരു ബിൽഡിംഗ് ഉണ്ടായാൽ എത്ര വാടക കൊടുക്കാൻ പറ്റും, എത്ര മാസത്തിൽ അതേ വാടകയായിട്ട് സ്വീകരിക്കാൻ കഴിയും. അതൊന്നും വേണ്ടാന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനൊരു മദ്രസ സംവിധാനവും അങ്ങനൊരു ഉസ്താദുമാരെയും ഉണ്ടാക്കി വെച്ചത് എന്തിനാ? നമ്മളെ അമലുകൾ സ്റ്റേജിൽ വന്ന് പഠിപ്പിച്ചാ വേണ്ടതുപോലെ ആകൂല, വേണ്ടതുപോലെ കാണിച്ചു തരാൻ കഴിയൂല. ഓരോരുത്തരെയും ശ്രദ്ധിച്ചിട്ട് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കണം. ആ നിനക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിട്ട് ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ പഠിപ്പിച്ച് പറഞ്ഞേക്കുമ്പോ ആ ഉസ്താദ് ചെറിയവനാണെന്നൊരു ധാരണ മനസ്സിലുണ്ടാകരുത് കേട്ടോ.